ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പുരുഷനെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ആ വ്യക്തി നിങ്ങളെ ഡീപ്പായിട്ട് സ്നേഹിക്കണം, ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 7 പ്രൂവൺ സീക്രട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവും, നിങ്ങളെ സ്നേഹിക്കും. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത്, ആ വ്യക്തിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം എന്തെന്ന് നമ്മൾ കണ്ടെത്തുക. ആ വ്യക്തി എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പാഷൻ ഉണ്ടായിരിക്കും. ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ അതിനെപ്പറ്റി സംസാരിക്കുന്നതൊക്കെ ആയിരിക്കും കൂടുതൽ റിലാക്സേഷൻ നൽകുന്നത്. അപ്പം അതെന്താണെന്നുള്ളത് കണ്ടെത്തി, ചിലപ്പോൾ അതൊരു പക്ഷേ കരിയറിൽ ഫോക്കസ് ചെയ്യുന്ന പാഷൻ ആവാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലേ ആയിരിക്കാം, ഫുട്ബോൾ, ക്രിക്കറ്റ്, അങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആളാവാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ബിസിനസ് പേഴ്സൺ ആവാൻ ആഗ്രഹിക്കുന്ന ആളാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു മേഖലയിൽ കരിയർ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് പോകുന്ന ആളായിരിക്കും. ഇപ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ, അങ്ങനെ എന്തെങ്കിലും പൊസിഷനിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാവാം. വോട്ടെവർ ഇറ്റ് ഈസ്, എന്ത് തന്നെയാണെങ്കിലും ആ വ്യക്തിക്ക് എന്തിനോടാണോ കൂടുതൽ താല്പര്യം, ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കൂടുതൽ റിലാക്സേഷൻ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരു ഇഷ്ടം തോന്നും. ആ വ്യക്തിക്ക് കൂടുതൽ ഒരു റിലാക്സേഷൻ തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അത്തരം കാര്യങ്ങൾ കൂടുതലായിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. ഇതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് ഒരു കണക്ഷൻ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യും. രണ്ടാമത്തെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്, നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ്. സ്വന്തമായിട്ട് നമുക്കൊരു ജോലി വേണം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന്, നമ്മുടെ ഹോബീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. നമ്മുടെ വർക്കൗട്ട്, നമ്മുടെ ഫിറ്റ്നസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണോ അതിൻ്റെ പുറകെ നിങ്ങൾ പോകണം. നിങ്ങളുടെ പാഷൻ എന്താണോ അത് ഫോക്കസ് ചെയ്തിട്ട് ആക്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരു ഹൈ വാല്യൂ വുമൺ ആയിട്ട് നിങ്ങൾ മാറണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ തന്നെ കണ്ടെത്തണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അഥവാ ബി കോൺഫിഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന പോയിന്റിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം ചർച്ച ചെയ്യുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങൾക്ക് ആ വ്യക്തി നിങ്ങളെ ചേസ് ചെയ്യണം, നിങ്ങളെ സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചേസിങ് അഫർമേഷൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഉടനെ നിങ്ങൾ ഒരു 5 മിനിറ്റ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ആ അഫർമേഷൻ വേണ്ട ആളുകൾ ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ജസ്റ്റ് മെസ്സേജ് ഇടുക, ചേസിങ് അഫർമേഷൻ. നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ആ വ്യക്തിയെ നമ്മൾ അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹിക്കണം. അതിൻ്റെ കൂടെ തന്നെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കണം. തിരിച്ചൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കരുത് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ അവരെ പല കാര്യങ്ങളിലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, എൻകറേജ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സപ്പോർട്ട്, എൻകറേജിങ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. അത് അവർക്ക് സക്സസ് ഉണ്ടാകുന്ന സമയത്തും സ്ട്രഗിൾ ഉണ്ടാകുന്ന സമയത്തും ഫെയിലിയർ ഉണ്ടാകുന്ന സമയത്തും ഒക്കെ നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ ആ സപ്പോർട്ടും പിന്തുണയും പ്രോത്സാഹനവും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു ഇമോഷണൽ ബോണ്ട് ഉണ്ടാവും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, കീപ് ദ മിസ്റ്ററി അലീവ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ കാര്യവും അവർ ചോദിക്കാതെ തന്നെ ഇങ്ങനെ തുറന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫാമിലിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു, നിങ്ങൾക്കുള്ള വരുമാനം എന്താണ്, നിങ്ങൾ എന്തൊക്കെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അറിയാൻ. അപ്പം അവർ ഓരോന്നോരോന്നായിട്ട് ചോദിക്കുമ്പോൾ അതിനുള്ള ആൻസേഴ്സ് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. പെട്ടെന്ന് തന്നെ എല്ലാം വെട്ടി തുറന്ന് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരവസ്ഥ വരരുത് ഒരാളെ പരിചയപ്പെടുമ്പോഴേക്കും. അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ അവിടെ നഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു മിസ്റ്ററി എപ്പോഴും കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ബി പ്ലേഫുൾ ആൻഡ് ഫൺ എന്നുള്ളതാണ്. അഥവാ ഹാപ്പി ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതിൻ്റെ കൂടെ തന്നെ എല്ലാ പുരുഷന്മാരിലും ഒരു കുട്ടിത്വം ഉണ്ടായിരിക്കും. അത് നമുക്ക് അവരെ ആ ഒരു അവസ്ഥ
അവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം നമ്മൾ അവർക്ക് കൊടുക്കണം. നമ്മൾ തമാശകളിലൂടെയൊക്കെ അവരെ ചിരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇനി അത്യാവശ്യം ഹ്യൂമറൊന്നും പറയാൻ അറിയാത്ത ആളുകളാണെങ്കിൽ അവർക്ക് നമ്മുടെ ആ ഒരു പ്രസൻസ് കൊണ്ട് അല്ലെങ്കിൽ നമ്മളോട് ഇടപഴകുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് അവർക്കൊരു പോസിറ്റീവ് എനർജി എങ്കിലും കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫണ്ണായിട്ട് എങ്ങോട്ടെങ്കിലും യാത്ര പോവാം, ഒരു മൂവിക്ക് പോവാം, ഒന്നിച്ചിരുന്ന് ഡിന്നർ കഴിക്കാം, കുറച്ച് നേരം സംസാരിക്കാം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബി പാഷനേറ്റ് ആൻഡ് അഫെക്ഷനേറ്റ് എന്നുള്ളതാണ്. അതിൽ വരുന്നത് നമ്മൾ അൺസെക്ച്വൽ ആയിട്ടുള്ള ഒരുപാട് ടച്ചസ് ഉണ്ടാവുമല്ലോ. നമ്മൾ ജസ്റ്റ് കയ്യിൽ പിടിക്കുന്നതാവാം, കയ്യിൽ തലോടുന്നതാവാം, ജസ്റ്റ് തോളിൽ കൈ ഇടുന്നതാവാം, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നതാവാം, അടുത്തിരിക്കുന്നതാവാം, ചാരി ഇരിക്കുന്നതാവാം, ഇങ്ങനെയുള്ള മടിയിൽ കിടക്കുന്നതാവാം. ഇങ്ങനെ ഒത്തിരി ടച്ചസ് ഉണ്ട് പുരുഷന്മാർ ഇഷ്ടപ്പെടുന്നത്. അപ്പം നമ്മൾ അത്യാവശ്യം ഒരു അട്രാക്ഷനൊക്കെ തോന്നി നമ്മുടെ ഇഷ്ടമൊക്കെ ആ രീതിയിൽ നമുക്ക് പ്രകടിപ്പിക്കാവുന്നതാണ്. അൺസെക്ച്വൽ ആയിട്ടുള്ള ടച്ചസിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അത് അവർക്ക് കൂടുതൽ ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളുമായിട്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ട്രസ്റ്റ് അത് നിലനിർത്തുക. അതിന് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം അങ്ങനെ നമ്മൾ ഒന്നും മറച്ചു വെക്കാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇമോഷണലി സേഫാണ്. അവർക്ക് എന്തെങ്കിലും ഇങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയാൻ കൂടി അനുവദിക്കുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു ലിസണർ ആവുക എന്നുള്ളത് കൂടി അതിൻ്റെ ഒരു പാർട്ടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അവിടെ ആ ഒരു ഇമോഷണൽ ബോണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നെ അഡീഷണലായിട്ട് ബോണസ് ആയിട്ട് പറയുന്ന 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്പേസ്, ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. മാറി നിൽക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരാൻ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. വാല്യൂ മനസ്സിലാക്കാൻ ഒക്കെ അത്തരത്തിലുള്ള ഒരു സ്പേസ് ഇടുന്നത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ഫ്രീഡം എന്ന് പറയുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാതെ, ഓവർ പൊസസീവ് ആവാതെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ആ ഒരു അവനവൻ്റേതായിട്ടുള്ള ഒരു ഫ്രീഡം, ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അതെപ്പോഴും കീപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പിൽ വളരെ വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി നിങ്ങളുമായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആവും, കൂടുതൽ ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. വലിയ മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ചേസിങ് അഫർമേഷനും ഉണ്ട്. എല്ലാ ദിവസവും മോർണിംഗിൽ 5 മിനിറ്റ് എണീറ്റ ഉടനെ അത് മനസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിന് ശേഷം മറ്റുള്ള ആക്ടിവിറ്റി, മറ്റുള്ള ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലോട്ട് പോവുക. അപ്പോൾ ആ അഫർമേഷൻ വേണ്ട ആളുകൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അയച്ചു തരാം. ജസ്റ്റ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്